സ്ട്രെങ്തനിങ് പവർ, ബലം നൽകുന്ന ശക്തി. ദൈവനാമം മഹത്വപ്പെടട്ടെ. പുതുവത്സരത്തെ വരവേൽക്കുവാൻ ഒരുങ്ങുമ്പോൾ ഒരു തിരിഞ്ഞു നോട്ടം നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. കടന്നുപോയ വഴികളിൽ പ്രതികൂലങ്ങൾ അനവധി ഉണ്ടായിരുന്നു. എങ്ങനെ അവ തരണം ചെയ്യുമെന്ന് നാം ഭയപ്പെട്ടു. എന്നാൽ ആ പ്രതികൂലങ്ങളിൽ സംരക്ഷിച്ച ഒരു ദൈവം, അവൻ സകലത്തിലും മതിയായവനാകുന്നു. അദ്ദേഹം തന്നെ പുതുവർഷത്തിലെ പാതകൾ താണ്ടുവാനും നമുക്ക് ശക്തി നൽകുന്നവനാണെന്ന് ഫിലിപ്പിയർ 4:13 വ്യക്തമാക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തനത്ത് മീ. സകലത്തിലും മതിയായവൻ കൂടെ ഉള്ളപ്പോഴാണ് നാം ശക്തരാകുന്നത്. അവൻ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസം നമ്മിലുണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടിയത് ശക്തനായവൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസമാണ്. ഒരു സംഭവത്തിൽ കൂടി അത് നമുക്ക് മനസ്സിലാക്കാം. അമേരിക്കയുടെ കായിക ചരിത്രത്തിലെ ഏറ്റവും മഹാന്മാരായ പ്രതിഭകളിൽ ഒരാളായിരുന്നു ജെസ്സി ഓവൻസ്. ഒരു ദരിദ്ര നീഗ്രോ കുടുംബത്തിലെ അംഗമാണെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ ആത്മീയ സമ്പന്നരാക്കുന്ന കാര്യത്തിൽ മാതാപിതാക്കൾ ശ്രദ്ധേയരായിരുന്നു. പ്രാർത്ഥനയുടെ മഹത്വം മക്കൾക്ക് പറഞ്ഞു കൊടുത്ത മാതാവ് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു: വിശ്വാസിയും വിശ്വസ്തനുമായി കഴിയുക എന്ന്. ദൈവം തന്നെ ഉയർച്ചയിലേക്ക് നയിക്കുന്നത് അപ്പോഴാണ്. ആ വാക്കുകൾ അവരുടെ മക്കൾ ഏറ്റെടുത്തിരുന്നു. വിശ്വാസത്തോടെ അധ്വാനിക്കുമ്പോൾ ഉയർച്ചയിലേക്കുള്ള വഴി തുറന്നു വരും. ഒരിക്കൽ മഹാന്മാരിൽ പ്രതിഭകളായ ജെസ്സി ഓവൻസിൻ്റെ സ്കൂളിലെ പ്രഭാത പ്രാർത്ഥനയ്ക്ക് അദ്ദേഹത്തിൻ്റെ ശൈശവകാലത്ത് ഒരു അതിഥി വന്നു. ആ കാലത്തെ ജീവനുള്ള മനുഷ്യരിലെ ഏറ്റവും വേഗതയുള്ള വ്യക്തി എന്നറിയപ്പെടുന്ന ചാർലി പഡോക്കായിരുന്നു അത്. ജെസ്സി ഓവൻസ് തൻ്റെ അമ്മയുടെ വാക്കുകൾ പൂർണ്ണമായി ഹൃദയത്തിൽ ഏറ്റെടുത്തിരുന്ന ഒരു കാലയളവായിരുന്നു അത്. കായിക രംഗത്ത് വിരമിച്ച ശേഷം കുട്ടികളുടെ ഇടയിൽ സുവിശേഷ പ്രവർത്തനം ചെയ്യുവാനെത്തിയ അദ്ദേഹത്തെ സ്കൂൾ അധികാരികൾ പോസിറ്റീവ് വാക്കുകളോടുകൂടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുവാനായി ചുമതലപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞ വാക്കുകളെല്ലാം, ചാർലി പഡോക്ക് പറഞ്ഞ വാക്കുകളെല്ലാം ജെസ്സി ഓവൻസ് ശക്തിയോടുകൂടെ തന്നെ ഏറ്റെടുത്തു. അദ്ദേഹം ഓടിച്ചെന്ന് പഡോക്കിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, സർ, ഞാനും ഒരു പഡോക്കാകുമെന്ന്. പഡോക്ക് 1920 100-200 മീറ്റർ ഓട്ടങ്ങളും 4x100 തുടങ്ങിയ ഇവൻറ്റുകളിൽ മെഡൽ കരസ്ഥമാക്കിയ വ്യക്തിയായിരുന്നു. ജെസ്സി പഡോക്കിനോട് പറഞ്ഞ വാക്ക് അദ്ദേഹം പ്രാവർത്തികമാക്കി. ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ചു. അധ്വാനത്തിൻ്റെ ഫലം അദ്ദേഹം നേടുകയും ചെയ്തു. ഇതിൽ നിന്ന് നാം ഒരു കാര്യം മനസ്സിലാക്കുന്നത്, വിശ്വാസിക്ക് വിശ്വാസത്തിൽ ഉയർച്ച വരണമെങ്കിൽ അവന് വിശ്വാസത്തിൻ്റെ പടവുകൾ കയറിയേ പറ്റൂ. അവൻ വിശ്വസിക്കുന്നത് മാത്രമല്ല, വിശ്വസ്തയോടുകൂടെ പ്രവർത്തിക്കുകയും ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ചവിട്ടുപടി, ശക്തനാക്കുന്നവൻ നമ്മിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി നാം കയറേണ്ടുന്ന ഒന്നാമത്തെ ചവിട്ടുപടി വിശ്വാസത്തിനോടൊപ്പം വിശ്വസ്തതയുള്ളവരായി പ്രവർത്തിക്കുക. രണ്ടാമത്, വിശ്വാസത്തിന് വ്യായാമം ആവശ്യമാണ്. സങ്കീർത്തനക്കാരൻ 144 സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. എക്സർസൈസ് അഥവാ വ്യായാമം, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയാൽ, ഒരു കോർട്ടിൽ പോയാൽ
കൺസേൺ കോച്ചസാണ് വ്യായാമത്തിനുള്ള നിർദ്ദേശം നൽകുന്നത്. അനുസരണം നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ ആവശ്യവുമാണ്. അത് അവരുടെ ആരോഗ്യത്തിനും അത്യന്താപേക്ഷിതമാണ്. കോച്ച് പറയുന്നത് എന്തോ അത് കൃത്യമായി അനുസരിക്കുക. അനുസരിക്കുമ്പോൾ ക്ഷീണവും ഭാരവും തോന്നാം. സാരമില്ല, ക്രമേണ നാം അതിൽ ശക്തിപ്പെടും. അതുപോലെയാണ് വിശ്വാസ ജീവിതത്തിലും. വിശ്വാസത്തിൻ്റെ വർധനവിന് വ്യായാമം ആവശ്യമാണെന്ന പോയിൻ്റ് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകുമ്പോൾ ഞാനും അത്ഭുതപ്പെട്ടു. ഇവിടെ വ്യായാമത്തിൻ്റെ രീതി, സമയം എന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ ദൈവമാണ്. തുടർച്ചയായുള്ള പ്രതികൂലങ്ങളാണ് കടുത്ത വ്യായാമം. പ്രതികൂലങ്ങളിൽ ദൈവം കൈവിടുകയില്ല. പ്രതികൂലം അനവധിയുണ്ടാകാം. വീഴ്ചകൾ വരാം, താഴ്ചകൾ വരാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, അവഗണനകൾ വരാം, രോഗങ്ങൾ വരാം, പല പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം. എന്നാൽ ഈ പ്രതികൂലങ്ങളിലെല്ലാം കടുത്ത വ്യായാമം ദൈവം നിർദ്ദേശിച്ച വ്യായാമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വചനത്തോട് ചേർന്ന്, ദൈവത്തോട് ചേർന്ന് ധൈര്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ ഈ പ്രതികൂലങ്ങൾ സാരമില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. ഈ സങ്കടങ്ങളെല്ലാം മാറിപ്പോകും. നാം പാടുന്ന പോലെ സാരമില്ല, ഈ സങ്കടങ്ങൾ മാറിപ്പോകും, ഈ വേദനകൾ. നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. തൻ്റെ കൃപയാൽ പ്രതികൂലങ്ങളെ തോൽപ്പിക്കുവാൻ അവൻ നമ്മെ സഹായിക്കുന്നു. വിശ്വാസ വ്യായാമം നമ്മെ ദൈവസന്നിധിയിൽ ശക്തരാക്കുന്നു. ശക്തരായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം വാടത്തില്ല. ഉദാഹരണമാണ് ഹന്ന. ദൈവസന്നിധിയിൽ ഇരുന്ന് വിവരങ്ങൾ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഹന്നായുടെ മുഖം പിന്നെ വാടിയില്ല എന്ന് പറയുന്നുണ്ട്. പ്രതികൂലത്തിലായ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ ആ കഠിനതയിലും അവർ പാട്ടുപാടി. അത് മറ്റൊരു തരത്തിലെ വ്യായാമമാണ്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വ്യായാമം നമ്മുടെ പ്രതികൂലങ്ങളെ നീക്കുക മാത്രമല്ല, നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യും. മൂന്നാമതായി വിശ്വാസത്തിൻ്റെ ചലനത്തെക്കുറിച്ച് പറയാം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാർ യാത്ര ചെയ്ത പടക് തിരമാലകൾ കൊണ്ട് വലഞ്ഞു. അവർ തണ്ടു വലിച്ചു കുഴഞ്ഞു. എന്നാൽ യേശു അവരുടെ പടകിനെ ആക്രമിച്ച തിരമാലകൾക്ക് മീതെ നടന്നു വരുന്നു. അതവർ കണ്ടു. തൻ്റെ നീതിമാന്മാർക്ക് നേരെയുള്ള തിരമാലകളോട് കോപം അസ്ഥാനത്താണെന്ന് തിരമാലയെ പഠിപ്പിക്കുകയായിരുന്നു. പാഠം പഠിപ്പിക്കുവാനാണ് യേശു അതിൻ്റെ മുകളിൽ കൂടി നടന്നത്. തിരമാലകൾക്ക് മുകളിലൂടെ നടക്കുവാൻ യേശു പത്രോസിനെയും ക്ഷണിക്കുന്നു. നീതിമാൻ വിശ്വാസത്താൽ ഏത് തിരമാലകൾക്കും മീതെ നടക്കും. യേശുവിനോടൊപ്പം വിശ്വാസത്താൽ പത്രോസ് നടക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നേരെ വരുന്ന ഏത് പ്രതികൂലത്തിൻ്റെ മുകളിൽ കൂടി നടക്കുവാൻ ദൈവം നമുക്ക് ബലം തരും. അടുത്തതായി ഒരു വിശ്വാസിയുടെ ഗുണം വിശ്വസ്തതയാണ്. ഒരിക്കൽ ജയിലിൽ ഗാന്ധിജിയെ പരിശോധിക്കാൻ ചെന്ന ഡോക്ടർ തൻ്റെ കയ്യിലുള്ള പത്രം അവിടെ വെച്ചിട്ട് മറന്നുപോയി. പരിശോധനകളെല്ലാം കഴിഞ്ഞ് ദിനപത്രം വായിക്കാൻ നോക്കുമ്പോഴാണ് താനത് വെച്ച് പോയി എന്ന് മനസ്സിലായത്. മറന്നത് എവിടെയാണെന്ന് നോക്കി ചെന്നപ്പോൾ ഗാന്ധിജിയുടെ ജയിലറയിൽ ഇരിപ്പുണ്ടായിരുന്നു പത്രം. താൻ വെച്ചതുപോലെ തന്നെ ഇരിക്കുന്ന പത്രം കണ്ടപ്പോൾ അദ്ദേഹം ഗാന്ധിജിയോട് ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പത്രം എടുത്ത് വായിക്കാഞ്ഞത്? വായനാശീലമുള്ള ആളാണല്ലോ. അപ്പോൾ ഗാന്ധിജി പറഞ്ഞത്, എനിക്ക് പത്രപാരായണത്തിന് അനുവാദമില്ല എന്നായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഡോക്ടർ പറഞ്ഞത്, ചുമ്മാതല്ല അങ്ങ് വലിയൊരു മഹാത്മാവായത്. ഒരു വിശ്വാസി ദൈവസന്നിധിയിൽ നിഷ്കളങ്കനും നേരുള്ളവനും
ദോഷം വിട്ടകന്നവനുമായിരിക്കണം. അടുത്തതായി, വിശ്വാസിയാണെന്ന് പറയുകയും ഹൃദയം നിറച്ച് ലോകത്തിൻ്റെ കാര്യങ്ങൾ നിറയ്ക്കുന്നവരുമുണ്ട്. അങ്ങനെയുള്ളവരുടെ ഹൃദയത്തിൽ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ എന്താണ് നിറയേണ്ടുന്നതെന്ന് അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതാണ്. ലോകവും ലോകത്തിലുള്ളതും നീങ്ങിപ്പോകും, അതൊന്നും ശാശ്വതമല്ല. ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ വേണ്ടുന്ന 7 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വലിയ വിശ്വാസം. മർക്കോസ് 7:28 വായിച്ചാൽ ആ വലിയ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് കാണാം. 2, വലിയ രക്ഷ. എബ്രായർ 2:4. 3, ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം. 1 യോഹന്നാൻ 3:1 കാണാം. ക്രിസ്തു എന്ന വലിയ ധനത്തെക്കുറിച്ച് എബ്രായർ 11:26 കാണാം. 5, കർത്താവിൻ്റെ കരുണ. അവനെപ്പോലെ കരുണയുള്ളവർ വേറെ ആരുമില്ല. ലൂക്കോസ് 1:58. 6, വലിയ സമാധാനം. ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. മത്തായി 8:26 ആ വലിയ സമാധാനം നമുക്ക് കാണാം. അടുത്തതായി വലിയ പ്രതിഫലം. ലൂക്കോസ് 6:23. ഈ 7 കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. ലോകത്തെക്കുറിച്ചോ ലോകത്തിലുള്ള സമ്പാദ്യത്തെക്കുറിച്ചോ കുറേ ഭൂമി വാങ്ങിച്ചിട്ടതിനെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടുന്നത്. വിശ്വാസം വേണം. എന്നെ രക്ഷിച്ച രക്ഷകനെ ഞാൻ ഓർക്കണം. ദൈവസ്നേഹത്തിൻ്റെ വലിപ്പം ഞാൻ മനസ്സിലാക്കണം. ക്രിസ്തുവാണ് എൻ്റെ വലിയ ധനം. ക്രിസ്തുവിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കണം. വലിയ സമാധാനം തരുന്ന വലിയവനായ ദൈവത്തെ കാണണം. വലിയ പ്രതിഫലം അവനിൽ നിന്ന് വാങ്ങിക്കണം. പ്രിയരെ, പ്രത്യാശയുടെ പാട്ടുപാടി വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതുവത്സരത്തിൽ ഈ ശക്തനാക്കുന്നവൻ നമ്മോട് കൂടെ യാത്ര ചെയ്യാൻ തയ്യാറാണ്. കഴിഞ്ഞ 1 വർഷക്കാലം ഈ ശക്തനാക്കുന്നവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് സകലത്തിലും നമ്മൾ മതിയായവരായത്. അതിനാൽ അദ്ദേഹത്തെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്ത വർഷത്തിലേക്ക് കാല് ചവിട്ടുവാനും നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ബൈബിൾ സ്റ്റഡി മലയാളം.co.in ഈ മെസ്സേജ് തയ്യാറാക്കിയത് ശാന്തമ്മ വർഗീസ്. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പുതുവത്സരം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന അവിടുത്തെ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ 1 വർഷം ഞങ്ങൾ ഒത്തിരി കഠിന വഴിയിൽ കൂടിയായി യാത്ര ചെയ്തത്. പലപ്പോഴും ദൈവത്തിൻ്റെ മഹത്വം കരേറ്റുവാൻ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഞങ്ങൾ നിരാശപ്പെട്ട സമയങ്ങളുണ്ട്. എന്നാലും അപ്പോഴും വാ തുറന്ന് പ്രൈസ് ദ ലോർഡ് പറയുവാൻ സഹായിച്ച സ്നേഹത്തിനായിട്ട് സ്തോത്രം. കാരണം പ്രതികൂലത്തിൽ തള്ളിക്കളയുന്നവനല്ല ദൈവം, അവൻ കൂടെയുണ്ട്. നിന്നെ വിശ്വസിക്കുവാനും വിശ്വസ്തയോടെ അങ്ങയുടെ ജോലിയായി ചെയ്യുവാനും കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഈ ലോകത്തിൽ തരുന്ന ആയുസ് വിശ്വസ്തനായ ദൈവത്തിനു വേണ്ടി വിശ്വസ്തയോടെ പ്രവർത്തിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കേൾവിക്കാരായ കുഞ്ഞുങ്ങളെയൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇവരെയൊക്കെ കഴിഞ്ഞ വർഷത്തിലെ കഷ്ടതയിൽ കൂടി അവിടുന്ന് നടത്തി പുതിയൊരു വർഷം അവർക്ക് ദാനമായി കൊടുക്കുന്ന ആ സ്നേഹത്തിനായും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൂടിയിരിക്കണേ, അനുഗ്രഹിക്കണമേ, കുറവുകളെ ക്ഷമിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഓൾ. വിഷ് യു ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു.